Hello everyone. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോഴെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരിക്കാം. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും ഇതിന് സർവീസ് ചെയ്യുന്ന ആളെ കിട്ടാത്ത പല സന്ദർഭങ്ങളും ഉണ്ടായിരിക്കാം. എല്ലാ വീട്ടിലും തന്നെ ഇതേപോലെ പ്ലംബിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ ഇനി അതുപോലെ ക്ലീനിങ് ഇങ്ങനെയുള്ള എല്ലാ സർവീസുകളും ആവശ്യമാണ്. എന്നാൽ ഇതിന് ഇതുവരെ പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ ആർക്കും തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത്തരത്തിലുള്ള പല പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യുന്ന, അതായത് പല രീതിയിൽ ഹോം ബേസ്ഡ് സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഈ കമ്പനിയുടെ പേര് അർബൻ ക്ലാബ് എന്നായിരുന്നു. ഇന്ന് അതിനെ അർബൻ കമ്പനി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഈ അർബൻ കമ്പനി എന്ന സ്റ്റാർട്ടപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പിന്റെ ബിസിനസ് മോഡൽ എന്താണെന്നുള്ളതും ഇവ എന്തൊക്കെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, കൂടാതെ ഇവർ എങ്ങനെയാണ് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓരോ ബിസിനസ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. മൈ നെയിം ഈസ് അംജദ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഏതൊരു സ്റ്റാർട്ടപ്പും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അർബൻ ക്ലാബ് എന്ത് പ്രോബ്ലമാണ് ആദ്യം സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2014 രണ്ട് പേർ ചേർന്നാണ്, വരുൺ അതുപോലെ അഭിരാജ് എന്നുള്ള രണ്ട് പേർ ചേർന്നാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവരിലേക്ക് മൂന്നാമതായിട്ടുള്ള കോഫൗണ്ടറും കൂടി ജോയിൻ ചെയ്യായിരുന്നു. വരുണും അഭിരാജും 2013 വരെ US-ലെ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. 2013 ഇവർ രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരികയും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പല രീതിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ, അതായത് ഒരു കാർപ്പൻറ്ററിന് വേണ്ടി ഒരു ആശാരിക്ക് വേണ്ടി തെരഞ്ഞു നടന്ന് അതിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അവർ ഈ ഇന്നത്തെ അർബൻ കമ്പനി നില കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായത്. അവർക്ക് മനസ്സിലായി ഹോം സർവീസ് സെക്ടറിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അവർ അനലൈസ് ചെയ്ത പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ടുള്ളത് മാർക്കറ്റിൽ ആവശ്യത്തിലധികം സർവീസ് കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിലും പ്ലംബർ ആണെങ്കിലും അതുപോലെ ഗിറ്റാർ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും മേക്കപ്പ് മാൻ ആണെങ്കിലും ഇങ്ങനെ പല രീതിയിലെ സർവീസ് കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കസ്റ്റമേഴ്സിന് ഈ ആളുകൾക്ക് എത്തിപ്പെടാനും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത്, അതായത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ആളുകളെ കിട്ടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. രണ്ടാമത്തെ പ്രോബ്ലം എന്നുള്ളത് ഈ സർവീസ് കൊടുക്കുന്ന കറക്റ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. പല സർവീസ് കൊടുക്കുന്ന ആളുകൾക്കും വർക്ക് ക്വാളിറ്റി വളരെ കുറവായിരുന്നു. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സേഫ്റ്റി ആയിരുന്നു. ഈ വരുന്ന ആളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഒന്നാമത് അവരെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആണ് ഈ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്തതുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ നാലാമത്തത് പ്രൈസിംഗ് ആയിരുന്നു. പല ആൾക്കും പല രീതിയിലെ പ്രൈസിംഗ് ആയിരുന്നു. ചിലപ്പോൾ കസ്റ്റമർ വളരെ വലിയ രീതിയിലെ പേയ്മെന്റ് കൊടുക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടുള്ള ഈ 4 പ്രോബ്ലംസിനെയാണ് അവർ സോൾവ് ചെയ്തത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അവരുടെ വെബ്സൈറ്റും ആപ്പുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഏത് സമയത്ത് ഇവരുടെ ആപ്പോ വെബ്സൈറ്റിൽ പോയിട്ട് സർവീസ് കൊടുക്കുന്ന ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു. രണ്ടാമത്തെ പ്രോബ്ലം ആയിരുന്നു ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇവർ ചെയ്യുന്ന വർക്കിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാർക്കറ്റിൽ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ മാത്രം നോക്കി ഹയർ ചെയ്ത് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഹയർ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇവരുടെ പ്ലാറ്റ്ഫോമിലൂടെ കസ്റ്റമറിന് ഈ ചെയ്ത വർക്കിന്റെ ഒരു റേറ്റിംഗും ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അറിയാൻ പറ്റും ആരാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും ആർക്കാണ് കൂടുതൽ റിവ്യൂസ് കിട്ടുന്നത് എന്നുള്ളതും. അതിനനുസരിച്ച് അവർക്ക് നല്ല സർവീസ് കൊടുക്കുന്ന ആളുകൾക്ക് വർക്ക് കൊടുക്കാവുന്നതാണ്. മൂന്നാമതായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു സേഫ്റ്റി എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ സർവീസ് കൊടുക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അവരുടെ ക്രിമിനൽ ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടൊക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അവരെ സെലക്ട് ചെയ്തത്. നാലാമതായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്ന പ്രോബ്ലം ആയിരുന്നു ഈ പ്രൈസിങ് അല്ലെങ്കിൽ ഈ ചാർജ് എന്ന് പറയുന്നത്. അർബൻ ക്ലാബ് ഇതിനെ സോൾവ് ചെയ്തത് രണ്ട് രീതിയിലാണ്. ഒന്നൊരു ഫിക്സഡ് എമൗണ്ടിലുള്ള കുറെ സർവീസസ് ആണ് കൊടുത്തത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സീലിംഗ് ഫാൻ മാറ്റുന്നുണ്ടെങ്കിൽ ഇത്ര രൂപ 100 രൂപ എന്നുള്ളത് ഒരു ഫിക്സഡ് ചാർജ് മാത്രം ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ഒരു സ്വിച്ച് സോക്കറ്റ് മാറ്റണമെങ്കിൽ ഇത്ര, ഇതുപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് അവർ ഏർപ്പെടുത്തിയത്. എന്നാൽ എല്ലാ സിറ്റുവേഷനിലും ഇത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടില്ല, അതായത് ഒരു കസ്റ്റമറിന് വേണ്ട അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു പ്രൈസിംഗിലെ മോഡൽ അവർ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഒരിക്കലും ഓവർ പേ ചെയ്തു എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. ആ ഒരു വർക്കിന് വേണ്ട കാശ് മാത്രം കൊടുത്താൽ മതി. അർബൻ ക്ലാബിന്റെ അല്ലെങ്കിൽ അർബൻ കമ്പനിയുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു സീഡ് റൗണ്ട് ആയിട്ട് അവർക്ക് 10 കോടിയുടെ ഒരു ഫണ്ടിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. ASL ഗ്രൂപ്പിന്റെ അടുത്ത് നിന്നാണ് അവർക്ക് ഈ സീഡ് റൗണ്ട് ലഭിച്ചത്. അതുകൂടാതെ രത്തൻ ടാറ്റ, സ്നാപ്ഡീൽ CEO അങ്ങനെ നിരവധി പേരാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 2022 വരെ ഏകദേശം $450 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ഈ കമ്പനിയുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് $2.1 ബില്യൺ ആണ്. അതായത് ഏകദേശം 15,000 കോടി രൂപയോളം വരും. ഇതുവരെ നമ്മൾ എന്താണ് ഈ ബിസിനസ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അവർക്ക് റിസീവ് ചെയ്ത ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തായിട്ട് എങ്ങനെ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ഇവർക്ക് കാശ് വരുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും
4 ടൈപ്പ് സോഴ്സിലൂടെയാണ് ഇവർക്ക് റവന്യൂ വരുന്നത്. ഒന്നാമത്തേതാണ് കമ്മീഷനാണ്. ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന വർക്കിന്റെ ഇത്ര പെർസെൻറ്റേജ് 10-20% ആണ് ഇവരെടുക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ആണ്. രണ്ടാമതായിട്ട് ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് ലീഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. ഇവരുടെ ആപ്പ് വഴി കസ്റ്റമേഴ്സ് പല ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അതായത് അർബൻ ക്ലാപ്പ് നിലവിൽ ചെയ്യാത്ത സർവീസസ്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വെഡിങ് ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ മേക്കപ്പ്, ഇങ്ങനെയുള്ള സർവീസസിന് ഈ കസ്റ്റമറിന്റെ ഡീറ്റെയിൽ അർബൻ ക്ലാപ്പ് അവരുടെ സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുക. ഈ സർവീസ് പ്രൊവൈഡർ ആ കസ്റ്റമറിനെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ആ ഡീല് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലീഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടി വരും. മൂന്നാമതായിട്ട് ഇവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ് വഴിയാണ്. പല കമ്പനികളുടെയും പല പ്രൊഡക്റ്റുകളുടെയും അതുപോലെ തന്നെ പല സർവീസസിന്റെയും ആഡുകളെല്ലാം തന്നെ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്തിട്ടാണ് ഇവർ അഡ്വർടൈസ്മെന്റ് വഴി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നാലാമതായിട്ട് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈയിടെയായിട്ട് അവരുടെ കമ്പനിയുടെ പേരിലുള്ള പ്രൊഡക്ട്സുകൾ, അതായത് ലോക്കുകൾ, അതുപോലെ സ്വിച്ചസ്, ഇങ്ങനെ പല കാര്യങ്ങളും തന്നെ അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ വിറ്റഴിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അർബൻ ക്ലാപ്പ് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അർബൻ ക്ലാപ്പ് ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. ഓസ്ട്രേലിയയിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, അതുപോലെ UAE-യിലുണ്ട്, അതുപോലെ തന്നെ സിംഗപ്പൂരിലും, ഇങ്ങനെ പല രീതി രാജ്യങ്ങളൊക്കെ അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരാൾ നല്ല സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ എവിടെയാണ് പേയ്മെൻറ്റ് കുറവുള്ളത് അവിടേക്കാണ് കൂടുതൽ ആളുകൾ പോവുക. അതുകൊണ്ട് തന്നെ അർബൻ ക്ലാപ്പിന് ഇന്ത്യയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കാരണം കൊണ്ട് തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ന് അർബൻ കമ്പനി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ അർബൻ ക്ലാപ്പ് എന്നുള്ള പേര് തന്നെ അർബൻ കമ്പനി എന്നല്ലാതെ ക്ലിയർ ആയിട്ടും വളരെ ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന അർബൻ കമ്പനി എന്നുള്ള പേരിലേക്ക് അവർ മാറ്റിയത്. ഈ ബിസിനസ്സിൽ കുറേ ചാലഞ്ചസ് അല്ലെങ്കിൽ കുറേ പോരായ്മകളുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഈ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് പ്രൊവൈഡർ ആദ്യത്തെ ഒരു പർച്ചേസിന് ശേഷം രണ്ടാമതായിട്ട് ഡയറക്റ്റ് ഈ കസ്റ്റമറിനായിട്ട് ഡീൽ ചെയ്യാൻ അർബൻ ക്ലാപ്പ് ഇല്ലാതെ, ഈ അർബൻ കമ്പനി എന്ന പ്ലാറ്റ്ഫോം ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇത് നിലവിൽ ഇവരുടെ പ്ലാറ്റ്ഫോമിലെ ആളുകൾ കൊഴിഞ്ഞു പോകാൻ കാരണമാകുന്നുണ്ട്. രണ്ടാമത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം സർവീസ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്തത് വീണ്ടും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ അർബൻ കമ്പനിയെയാണ് നന്നായിട്ട് ബാധിക്കുക. ഇവൻ ആ സർവീസ് ചെയ്ത ആളുടെ പ്രോബ്ലം ആണെങ്കിൽ പോലും ഇത് അവരുടെ കമ്പനിയെ നന്നായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുക എന്നുള്ളത് ഇതിൽ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ കോമ്പറ്റീഷനാണ്. ഇവരുടെ പ്ലാറ്റ്ഫോം വഴി ചെയ്യാതെ ഇൻഡിവിജ്വലായിട്ട് സർവീസ് ചെയ്യുന്ന ആളുകൾ ഇവർക്ക് എപ്പോഴും എന്നും കോമ്പറ്റീറ്ററാണ്. അതുപോലെ തന്നെ ഇവരുടെ അതേ ബിസിനസ് മോഡൽ ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകളും ഇവർക്ക് വളരെ രീതിയിൽ ചാലഞ്ച് അല്ലെങ്കിൽ കോമ്പറ്റീഷനാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീഷൻ കൂടുന്നതോടെ തന്നെ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി നന്നായിട്ട് തന്നെ കുറയാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇവരുടെ റവന്യൂ കൂടുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ലോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് കൂടുതലായിട്ടാണ്. അതായത് വലിയ രീതിയിലൊരു ലോസിലാണ് ഇപ്പോൾ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് അർബൻ ക്ലാപ്പ് അല്ലെങ്കിൽ അർബൻ കമ്പനിയെ കുറിച്ചുള്ള ബിസിനസ് മോഡൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ചാലഞ്ചസ് ഒക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റുകൾ എന്താണ് തന്നെ വീഡിയോയിൽ താഴെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. See you again.